യുവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. അയ്യോ പപ്പ വരൂലാട്ടാ, പപ്പ ഡെഡാണ്. തന്നെ ഇപ്പൊ ഈ കോളേജിലോട്ട് വിളിപ്പിച്ചെന്തിനെന്നറിയോ? എന്റെ മക്കൾ ടോപ്പർ എന്ന് പറയാനാണ്. ടോപ്പർ അല്ല, പോപ്പർ അടക്ക രണ്ടും പൊട്ടിയത്. എന്റെ പൊന്നു പപ്പ, ഇവരിപ്പോ പഠിപ്പിക്കണമെന്നില്ല, ഭയങ്കര ഉളപ്പാണ്. ആ സാർ ഓട്ടോമാറ്റിക് പഠിപ്പിച്ചിട്ട് കീറിടാനാ, കൊള്ളാല്ല. പിന്നെ തന്റെ ഈ മൂത്ത മോൻ ആ ജിണ്ടാപ്പി എന്താണ്? ആ ഒരു കഴിവില്ലാത്തൊരു ഇറക്കൻ. അത് പറയല്ലേ സാറേ, ഡെയിലി 3 പാക്കറ്റ് തീർച്ചയൊക്കെ ഒറ്റയിരിപ്പിന് വലിച്ചോളിയും മച്ചാൻ. അബ്ദുൽ കലാമിന്റെ അവാർഡ് വാങ്ങിച്ച പോലെയാണല്ലോ താൻ ഇതൊക്കെ പറയുന്നത്. എന്റെ പൊന്നു സാറേ, ഇവന് അർബുദം വരാത്തോണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചിയിൽ എവിടെ? വൈപ്പിന്. തനിക്ക് ഇവന് എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച? പപ്പ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ പാ? ആ ഇല്ല, അതങ്ങനെ സംഭവിക്കൂല. എടോ ആ പേപ്പർ അല്ലടോ സപ്ലൈ. സപ്ലൈയാ? എന്റെ പൊന്നു സാറേ, ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാന്ന്. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ എത്ര കിലോ വേണ്ടി വരും സാറിന്? മച്ചാനെ, ഞാൻ ഇവരുടെ കഞ്ചാവ് എവിടുന്ന് ഉത്ഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് വിളിച്ചു വരുത്തിയത് ഇപ്പൊ മനസ്സിലായി. എന്നാ മച്ചാനെ നമുക്ക് മഷ്റൂം എടുക്കാം, അത് ലീഗലാണ്. മച്ചാനെ, ഞാൻ പച്ചിലുണ്ട് ജീവിച്ചോളാം മച്ചാനെ. മച്ചാൻ തെറിച്ച അപ്പൊ എന്റെ പിള്ളേര് വൈബല്ലേ, വൈബേഷ്. അപ്പൊ വൈപ്പിനി വന്ന് സാറിന് ഇനി എന്ത് ചൊറ ഉണ്ടെങ്കിലും നമ്മ വിളിച്ചാൽ നമ്മ വിളിപ്പുറത്തെത്തും. ആ പരിസരത്ത് അല്ല മച്ചാനെ, മച്ചാൻ തെറിച്ചോ. അപ്പൊ ഫീസ് ഒന്നും തരണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. നോക്കോ ഇതിലും ഒരു കഞ്ചാവ് ഒറ്റിരിപ്പിന് വലിക്കുന്നതായിരുന്നു. എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ വിഷമാവോ? ഇനി എന്റെ ഭാര്യ പോകുന്നിടത്തുമില്ല എന്നാറിയ കണ്ട. എന്തിനാട്ടോ കുഞ്ചാക്കോവന്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നത്? ലാസ്റ്റ് വാണിങ്, കുഞ്ചാക്കോ പോകുമ്പോ പോയിന്ന് പറഞ്ഞേക്ക്. ചാക്കോച്ച ചായ കുടിച്ചിട്ട് പോവാ. നാറയ്ക്ക് കലക്കി കൊറ. പിന്നെ 50 കോടിയുടെ ബിസിനസ് ഡീലല്ലേ ഞാൻ അവിടെ നടത്തിയത്. സത്യത്തിൽ എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി, എനിക്കൊന്നും അറിയില്ല. ദേ കൊച്ചു വഴിയെടുത്തും വലിയ വഴിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ 31ാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് 2ന്റെ കോഴിത്തരം വിളമ്പുന്നത്. അത് 28 ആരുടെയാണ് ചോദിച്ചു? എന്റെ ഒന്നുമില്ലല്ലോ, ഈ 2 തന്തയല്ലേ നിങ്ങള്? അല്ലേ? അയ്യോ ആണ് ചേട്ടാ, എന്റേത് പ്രായത്തിന് ഞരമ്പാന്ന് പറയാം, അയഗ്രി. പക്ഷെ ഇതൊന്നും ഞരമ്പ് പൊട്ടി കിടക്കുന്ന അസുഖമാണ് മോനെ, വെരിക്കോസ്. ചികിത്സ പറഞ്ഞു തരട്ടെ? ഒരു നല്ല ഈർക്കിൽ അങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ കുഞ്ഞ് എന്റെ വാവല്ലാണ്ട് വരുന്നു. നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി. യോ, കേരളത്തിൽ ഇത്ര അമ്മമാരുടെ വാത്സല്യം ഞങ്ങൾക്ക് വേണ്ട. ഇനി അച്ഛൻ പെമ്പിള്ളാരുടെ പിറകെ പോവൂല. ആന്റിമാരുടെ പൊക്കോട്ടെ, പോവൂല. അതെനിക്ക് ബാധകമാണോ? ഞാൻ ചോദിച്ചോറല്ല. എന്തായാലും ഇത്ര ഓറല്ല. ഹലോ, ആ ഞരമ്പിന്റെ മോൻ തന്നെ. കുടുംബശ്രീയിലെ 12 പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ. പുള്ളി അവിടെ അടുത്തുണ്ട്. അല്ല സാർ, നോക്കിയൊക്കെ എങ്ങനെയാ സാർ പീഡിപ്പിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലകുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത്. നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയാടിയാലുള്ള അവസ്ഥ. എന്തായാലും ആ മഹാനെ ഒരുക്കി നിർത്തിയരാം. നമ്മള് വെള്ളി വിലങ്ങുമായിട്ട് വൈകിട്ട് അങ്ങോട്ട് വരാം സാർ. വെള്ളി വിലങ്ങുന്നു ഇല്ല, സ്വർണ്ണ വിലങ്ങ് വെച്ച് തരും. ഗംഗാധരൻ കാമനോട്ടം, ആ കാമനോട്ടം. പോടാ തൊട്ടി ചാടി. ഇത്ര ആള് നാട്ടുകാർ കയറി ഇറങ്ങായിരുന്നു, ഇപ്പൊ പോലീസുകാരായി. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ പെണ്ണ് സല്ലേട്ടാ. എനിക്ക് മുന്നേ അച്ഛനത് നേടി. കൺഗ്രാറ്റ്സ് ഡാഡ്. താങ്ക് യു. അപ്പൊ പ്ലേയങ്ങൾ ഒരുങ്ങിയിരുന്നോ? വന്ന് ഹോൺ അടിക്കുമ്പോ പൊക്കോ. ചില്ലറ ഞരമ്പൊന്നുമല്ല കാണിച്ചു വെച്ച്. ശൈലജ, ഞാനിന്ന് ഉച്ചക്ക് വന്നോട്ടെ. വൈകിട്ട് എന്നെ കൊണ്ടുപോയൊരു സ്കൂൾ വണ്ടി വരും. ഒന്നും മനസ്സിലാക്കി ശൈലജ, നീ അവസ്ഥ ഉണ്ടല്ലേ. സൽമാനെ ഇങ്ങനെ വിഷമിക്കാതെ, നിന്റെ മുഞ്ചത്തെ ഏതോ ഒരുത്തൻ്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു വീട്ടിൽ ഉണ്ട്. കൊച്ചിലെ വലിയ ആൾക്കാർ ഗൾഫിൽ പോയി പെണ്ണെട്ടുന്നുണ്ട്, ഗൾഫിൽ പോയതാ. ഇപ്പൊ വന്നപ്പോ കൊച്ചുള്ളവര് പെണ്ണെട്ടി നടക്കും. അല്ലേലും ഇതൊക്കെ പ്രസവ ജീവിതത്തിൽ ഉള്ളതാക്കാം. ആര് പ്രസവിച്ച? ഇങ്ങേരതല്ലേ? എടാ മോനെ, പ്രവാസ ജീവിതം. എടാ, നീ ഇവനൊരു പെണ്ണാലോനായിട്ട് വന്നല്ലേ? അതൊന്ന് പോയി കണ്ടാ മതി. എന്റെ കുടുംബത്തിന് പറ്റിയ കുടുംബമാണോ? ഇത്രയും മഞ്ഞ കുടുംബം അല്ലേലും ഓക്കെ ആണ്. എടാ, നീ എന്നെ കൊണ്ട് വീട്ടിൽ ചായ കുടിക്കാൻ പോയില്ല? എന്തോ അത് പെണ്ണിനൊക്കെയാണ്, പക്ഷെ പെണ്ണിന്റെ വാപ്പ വഴങ്ങളിലൊന്നും. വാപ്പ വഴങ്ങാൻ ഞാൻ അങ്ങനെ കൊണ്ടാ ഹണിമൂണിന് പോണത്. സമ്മതിക്കല്ലെന്ന്. നിന്നെ കാണാൻ ഒരു ബർക്കത്തിന്റെ കുറവുണ്ട്. കാണാൻ പോഷാഹാരത്തിന്റെ കുറവുണ്ടെന്ന് കേട്ടിട്ട് ഈ ബർക്കത്ത് ഈത്തപ്പഴൊക്കെ ഇത് എവിടുന്ന്? ഇക്ക അവിടെ അറബി എന്ത് പറയുന്നു? ഇടയ്ക്ക് സംസ്കൃതം പറയൂടാ. ഈ തമാശ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയണേക്കാ. എന്തിനാടാ? ഞാൻ അപ്പ ചിരിക്കാം. അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. എന്നിട്ട് നീ സാരി എടുത്തു തന്നില്ലേ? നിന്നെ അങ്ങ് കേട്ടാ.